ഞാൻ നിങ്ങൾക്ക് 2 പോസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കര രസകരമായ പോസ്റ്റാണ്. സ്കൂളുകളിൽ ഇനി ചിക്കൻ ബിരിയാണിയോ സംതിങ് ലൈക്ക് സ്കൂളുകളിൽ ഇനി ചിക്കൻ ബിരിയാണി. കണ്ടില്ലേ? നമ്മുടെ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ ഒരു ഉച്ചഭക്ഷണ പദ്ധതി പരിഷ്കരിക്കാൻ തമിഴ്നാട് സർക്കാർ. സ്കൂളുകളിൽ ഇനി ചിക്കൻ ബിരിയാണി എന്നാണ് ഒരു പുതിയ മെനു വന്നിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ച് ഒരു പുത്തൻ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പോവാണ്. ഇതിനെ താഴത്തുള്ള മലയാളികളെ കമന്റൊക്കെ അതിഗംഭീരാട്ടാ. എന്താ തമിഴ്നാട്ടിൽ പോയിട്ട് ഇനി സെറ്റിൽ ആവണം എന്നാ പറയുന്നത്. സംഗതി അവിടെ കിടക്കട്ടെ. ഇതേ സമയത്ത് ഒരു പോസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ പോസ്റ്റ്. അതിങ്ങനെയാണ്: ഉച്ചഭക്ഷണം പഴയ മെനുവിലേക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒഴിവാക്കി ചോറും 2 കറിയും മതി എന്ന് സർക്കാർ. ഇതെവിടെയാ? നമ്മുടെ കേരളത്തിൽ. തമിഴ്നാട്ടില് ഇനി ബിരിയാണി കൊടുക്കാം ഉച്ചഭക്ഷണത്തിന് എന്ന് ആലോചിക്കുമ്പോൾ, അതും ചിക്കൻ ബിരിയാണി ഉച്ചഭക്ഷണത്തിന് കൊടുക്കാം എന്ന ആലോചന അവർ നടത്തുമ്പോൾ, നമ്മള് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിലേക്ക്, ആ ഒരു ഇരുണ്ട കേരളം തകർന്ന കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ആന്റണി കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. ഉച്ചഭക്ഷണം പഴയ മെനുവിലേക്ക് എന്ന് പറയുമ്പോൾ ആന്റണി കാലത്തേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കാലത്തേക്ക് എന്നൊക്കെ പറയേണ്ടി വരും. എന്തൊരു മഹാദുരന്തങ്ങളാണെന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് സംഭവിക്കുകയുള്ളൂ. ഇവർക്കൊന്നൊരു കാര്യം നേരാവണ്ണം നടത്താൻ കഴിയില്ലെന്ന് നോക്കൂ. പദ്ധതിയിൽ മുമ്പ് പ്രഖ്യാപിച്ച ബിരിയാണി, ഫ്രൈഡ് റൈസ്, മുട്ട, അവിയൽ, മുട്ട റോസ്റ്റ് തുടങ്ങിയ വിഭവങ്ങൾ പുതിയ മാർഗരേഖയിൽ നിന്ന് ഒഴിവാക്കി. അത് ഒഴിവാക്കി. എന്റെ പൊന്നു കുട്ടികളെ, നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കള് പറഞ്ഞാ കേൾക്കാത്തോണ്ട് സംഭവിച്ച മഹാദുരിതമാണ്. നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കള് എന്താണ്, ചിരിക്കുന്ന മുഖ്യമന്ത്രി മതി എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കൈപ്പത്തിക്ക് കുത്തിയതിന്റെ ദുരിതമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഈ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം രക്ഷിതാക്കൾ കൊടുക്കുന്നതാ. ഒരു 50% തീർച്ചയായിട്ടും രക്ഷിതാക്കൾ കൊടുക്കുന്നതാ. അവരുടെ പരിഹാസങ്ങളും അവരെ കൊള്ളരുതായ്മയും കൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടികളൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടേണ്ടി വരിക. എന്തായാലും ഇവിടെ സംഭവിക്കുന്നത്, ഈ രക്ഷിതാക്കൾ, ഞാൻ ഈ കുട്ടികൾക്കിടെ പറഞ്ഞു തരാണ്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചത് നിങ്ങളെ രക്ഷിതാക്കളാ, വേറെ ആരുമല്ല. ഇനി കഞ്ഞിയും പയറും മതി. സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കാത്തതും ഭക്ഷ്യസാധനങ്ങളുടെ പാചകവാതകത്തിന്റെ വിലക്കയറ്റവും കണക്കിലെടുത്താണ് ചോറും 2 കറിയും എന്ന പഴയ 10 വർഷം മുൻപത്തെ രീതിയിലേക്ക് മടങ്ങിയത്. ഈ 10 വർഷം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാലാണ് കേട്ടോ കുട്ടികളെ. 10 വർഷം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാലമായിരുന്നു. ആ പിണറായി വിജയന്റെ കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, മുട്ടവിയൽ ഉണ്ടായിരുന്നു, മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പലവിധ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളെ ആരോഗ്യങ്ങളൊക്കെ സെറ്റപ്പ് ആവും. ആ 10 വർഷം മുമ്പത്തെ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം എന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അറിയപ്പെടുക. കറണ്ട് കട്ടിന്റെ കട്ട് ഉണ്ടെന്ന കാലഘട്ടം അത് വീണ്ടും തുടങ്ങുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്നാണ് പുതിയ ഒരു ഇൻഫർമേഷൻ. കൊള്ളാം. നമ്മുടെ ബിർനാണി കുഞ്ഞ്, ഏത് വല്യമ്മയുടെ കൊച്ചുമോൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഭരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ഈ ഞഞ്ഞവിഞ്ഞ പറയാതെ ഇറങ്ങി പോവല്ല വേണ്ടത്. വെറുതെ ഒരു ഇന്ദിരാ കരണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കും വരും. എന്ത് ചെയ്യും? എന്റെ സുഹൃത്തുക്കൾ, ഇതേ സമയം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഭക്ഷണം ഇങ്ങനെ ചെറുതാക്കുകയാണെങ്കിൽ, ഇതേ സമയം ഇതേ ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്കാണ്? ജയിലുകളിലാണ്. ചോറും 2 കറിയും മാത്രം അവിടെ കൊടുക്കുക, കഞ്ഞിയും പയറും അവിടെ കൊടുക്കുക. ഇവിടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തില് ഇങ്ങനെ വെട്ടിത്തിരുത്തൽ നടത്തുന്ന സർക്കാർ ആദ്യം വെട്ടിത്തിരുത്തേണ്ടത് ജയിലുകളിലെ ഭക്ഷണമാണ്. അറിഞ്ഞെടുത്തോളം ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, രാവിലേക്ക് ഏറ്റവും നല്ല ഫുഡുണ്ട്, 2 നേരം കൃത്യമായിട്ട് ചായ കിട്ടുന്നുണ്ട്. വെട്ടി ചുരുക്കുന്നേ
മതി ഇവറ്റകളൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റിയത്. എന്ത് തേങ്ങ തീറ്റിപ്പോറ്റുന്നത്? അവർക്ക് അവരുടെ ആരോഗ്യം നന്നായിട്ട് നിലനിർത്താൻ പറ്റിയ ഭക്ഷണം പയറ് കൊടുത്തോളൂ, കഞ്ഞി കൊടുത്തോളൂ, ഈ പറയുന്ന 2 കറി അവിടെ നടപ്പിലാക്കൂ. കുട്ടികൾക്ക് കഴിക്കാമെങ്കിൽ ഈ പറയുന്ന ഭക്ഷണം, ചോറും 2 കറി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലത്തെ സ്കൂൾ കുട്ടികൾക്ക് കഴിക്കാമെങ്കിൽ അവരുടെ ആരോഗ്യം നിലനിൽക്കും ആ ഒരു ഭക്ഷണം എന്നുവെങ്കിൽ അതേ ഭക്ഷണം എവിടെ കൊടുക്കൂ? ജയിലുകളിൽ കൊടുക്കൂ. കേരളത്തിലെ എല്ലാ ജയിലുകളിലും ഇനി മുതൽ ആ ഭക്ഷണമാട്ടെ. എന്നിട്ട് ആ പൈസ എടുത്തിട്ട് എവിടേക്ക് വെക്കി? നമ്മുടെ സ്കൂളുകളിൽ വെക്കി, അല്ലേ? അവിടെ ചെലവാകുന്ന പൈസ എത്രയാണോ ആ പണം എടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നേ. എത്ര നല്ല തീരുമാനമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊന്നും ഒരു വങ്കന്മാരും ചിന്തിക്കുന്നില്ല. ഒക്കെ ഫുള്ള് രാഷ്ട്രീയം കളിച്ച് നശിപ്പിച്ച് കൊളമാക്കി പണ്ടാറടക്കും നമ്മുടെ കേരളത്തെ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ബൈ.